2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഏറെ നിർണായകമാണ്. അത് CPI-ക്കാണെങ്കിലും CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJP-ക്കാണെങ്കിലും ഏറെ നിർണായകം തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അധികാരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം പുതിയ അക്കൗണ്ടുകൾ തുറക്കുക, തങ്ങളുടെ അധികാരങ്ങൾ സൗത്ത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു രൂപത്തോടെ പുതിയൊരു ആവേശത്തോടു കൂടി തന്നെ തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതേസമയം തന്നെ CPM-ലേക്ക് വരികയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന് പറയുന്ന ബൃഹത്തരമായ ഒരു ലക്ഷ്യം കൂടി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ്. ഇനി ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഏറെ നിർണായകമായതുകൊണ്ട് തന്നെയും BJP 10 വർഷങ്ങൾ പിന്നിടുന്നതുകൊണ്ടും BJP ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ BJP-ക്കെതിരെ അഥവാ സംഘപരിവാറിനെതിരെ ഇന്ത്യ ഒന്നിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും. ഇനി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടെങ്കിലും ഒരുപാട് രാഷ്ട്രീയ പോരുകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഒരേ ഒരു ലക്ഷ്യം അത് BJP-യെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ CPM-ന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് 2019-ൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി കേരളത്തിലെ UDF-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങളെല്ലാം തന്നെ തിരിച്ച് എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇക്കുറി അത്ര എളുപ്പമല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ലായ്മയാണ്. കോൺഗ്രസിനെതിരെ വരുന്ന ന്യൂനപക്ഷ വിരോധങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് കളികളും അല്ലെങ്കിൽ പോർവിളികളെല്ലാം തന്നെ കോൺഗ്രസിന് വളരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെ കരുത്ത് പകരുന്നത് അത് ഇന്ത്യ മുന്നണി തന്നെയാണ്. ആ ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ വരുത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM പോലും രംഗത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മാണിക് സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ത്രിപുര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ആശിഷ് കുമാർ സാഹയാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഈസ്റ്റിൽ CPM-ന്റെ രാജേന്ദ്ര റിയാങ്ങും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഇക്കുറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന്. ഡൽഹിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ത്രിപുരയെ രക്ഷിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ത്രിപുര വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ആശിഷ് കുമാർ സാഹയ്ക്ക് കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പാർട്ടി നേതാക്കളോട് പോലും പ്രവർത്തകരോട് പോലും അനുഭാവികളോട് പോലും താൻ അഭ്യർത്ഥിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മാണിക് സർക്കാർ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത്. CPM ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു മടിയും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അവസരം നഷ്ടമായാൽ സമൂഹത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. BJP-യെ തോൽപ്പിക്കാൻ കൂട്ടായി പ്രവർത്തിക്കണമെന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കാലത്തിന്റെ ആവശ്യമെന്നും മാണിക് സർക്കാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ത്രിപുര ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും CPM-ലേക്ക് വോട്ട് ചെയ്യുമെന്ന് അവകാശപ്പെട്ട സർക്കാർ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ആശിഷ് കുമാർ സാഹയ്ക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് CPM ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ബുക്ക്ലെറ്റിന്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞതായും തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും CPM സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ സഖാക്കൾക്ക് അതിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനായിട്ട് കൂപ്പുകൈകളോടെ വോട്ടർമാരിലേക്ക് എത്തുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ അവിടെ CPM എന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ DMK എന്നോ SP എന്നോ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വേർതിരിവും കാണാൻ സാധിക്കുന്നില്ല. ഒരേ ഒരു ലക്ഷ്യം, അതായത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഒരേ ഒരു ലക്ഷ്യം, അത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും വലിയൊരു ഓളം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്കല്ല കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും യഥാർത്ഥത്തിൽ സംസ്ഥാന തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാദേശിക പാർട്ടികൾക്ക് വോട്ട് ചെയ്തതിൽ കാര്യമില്ല എന്നുള്ള നിലപാട് പോലും പല സംസ്ഥാനങ്ങളും സ്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും യാതൊരു മുന്നണിയിലും ഇല്ലാത്ത പാർട്ടികളായ
സീറ്റുകളാണെങ്കിൽ ഒരു പക്ഷേ ആ വോട്ടുകളൊന്നും തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ആ വോട്ടുകൾ കൊണ്ട് ദേശീയ തലത്തിൽ യാതൊരു ഗുണമില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ മറികടക്കാൻ വേണ്ടിയാണ് എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും, കോൺഗ്രസിന് വോട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ദേശീയ തലത്തിൽ അതിനുള്ള ഗുണം ലഭിക്കുകയുള്ളൂ, ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചില കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ മറ്റ് പാർട്ടികളിലേക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആ വോട്ടിന് ഭിന്നിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ തന്നെ ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതായത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് പാർട്ടികൾക്കാണെങ്കിൽ അതിനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് മറ്റ് പാർട്ടികൾക്കായിട്ട്, മറ്റ് പ്രാദേശിക പാർട്ടികളായിട്ട് വഴങ്ങിക്കൊടുത്തുകൊണ്ട് കോൺഗ്രസ് സ്വയം പിന്മാറുന്ന കാഴ്ചയും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരസ്പര ഒരു ധാരണയിലൂടെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനാണെങ്കിലും ഇന്ത്യ മുന്നണിക്കാണെങ്കിലും നിലനിൽപ്പുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്ത് തന്നെയാണെങ്കിലും ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഒത്തൊരുമയോടെയുള്ള ഒരു നീക്കം എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും. ഇനി എന്തായിരിക്കും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ, ആ ഫലം പുറത്തു വരുന്ന സാഹചര്യത്തിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം, ഇന്ത്യ ഒരുമിക്കുന്നു എന്ന് പറയുന്ന ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരുമിക്കാനായിട്ട് സാധിക്കുമെന്ന് എന്നുള്ളതെല്ലാം തന്നെ കണ്ടു തന്നെ അറിയേണ്ടി വരും.